യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ഉം 7-ഉം വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. മതി. ഇന്നലെ യേശു ക്രിസ്തു വഴിയാണെന്നാണ് പ്രസംഗിച്ചത്. ഇന്ന് പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തു സത്യമാണ് എന്നുള്ളതാണ്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ജീവൻ പറയാൻ ഇന്ന് സമയം കിട്ടത്തില്ല. എവിടെയാണ് നമ്മൾ പോകേണ്ടത് എന്ന് പ്രസംഗിക്കുന്ന ഭാഗത്തോട്ട് ഇന്ന് വരണം. ബൈബിൾ പറയുക, ഞാനാണ് സത്യം, യേശു ക്രിസ്തുവാണ് സത്യം. ഒരാൾ ക്രിസ്തുവിൽ വന്നാൽ അതിനർത്ഥം അവൻ അസത്യങ്ങൾ വിട്ട് സത്യത്തിലേക്ക് വന്നു എന്നാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരാൾക്ക് സത്യമില്ല എങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്തിനാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? നിങ്ങളിലുള്ള ദൈവ ഉദ്ദേശം വെളിപ്പെടാനാണ്. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ട ഒരാൾ സത്യത്തിൽ നടക്കാതിരുന്നാൽ അവൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ്റെ അകത്ത് എന്തോ ഉണ്ടാകണം? സത്യം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ടാകണം? അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചു, സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ചിലരുടെ പേര് സത്യൻ എന്നാ, പക്ഷെ ഒരു സത്യവും ഇല്ല. സ്തോത്രം. നാളെ ഒരാളുടെ പേര് ഞാൻ ചോദിച്ചാൽ എന്തുവാ? ആനന്ദൻ. ഒരാനന്ദവും ഇല്ല പുള്ളിയുടെ മുഖത്ത്. അങ്ങനല്ല, ശ്രദ്ധിക്കണം. സത്യത്തിന് വിരുദ്ധം എന്തുവാ? അസത്യം. അസത്യം എന്തുവാ? ചതിവ്, വഞ്ചന, കള്ളത്തരം. അതാണ് അസത്യം. അസത്യം വിട്ടൊരാൾ സത്യത്തിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് സത്യം. ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ട് ദൈവം ആരാന്ന്. അവൻ ഏക സത്യ ദൈവമാണ്. നമ്മുടെ ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പേര് പറയാമോ? സത്യ വേദ. അപ്പൊ ഇത് സത്യ. പുത്രൻ പറയുന്നു ഞാൻ സത്യമാണ്. പരിശുദ്ധാത്മാ പറയുന്നു അത് സത്യത്തിൻ്റെ ആത്മാവാണ്. കേട്ടോ, ദൈവം സത്യം, പുത്രൻ സത്യം, പരിശുദ്ധാത്മാവ് സത്യം, വചനം സത്യം. അപ്പൊ രക്ഷിക്കപ്പെട്ടവനിലും ഈ സത്യം ഉണ്ടാകണം. ഇപ്പൊ സ്തോത്രം പറയാൻ സാധ്യത കുറവാണ്. യോഗത്തിന് വന്നാലും സത്യമില്ലെങ്കിൽ ഒരു കാര്യമില്ല. പണ്ടൊരാൾ പറഞ്ഞു, മോട്ടിച്ചാലും ഞാൻ ദശാംശം കൊടുക്കുമെന്ന്. മോട്ടിച്ചതിൻ്റെ ദശാംശം കൊടുക്കരുത്. മിണ്ടുന്നില്ലല്ലോ. സത്യം വേണം. ആർക്ക് സത്യമുണ്ടോ സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടോ? നിങ്ങൾക്കെതിരെ ആരെല്ലാം എഴുന്നേറ്റാലും പേടിക്കണ്ട. ആ എഴുന്നേറ്റ വ്യക്തി ഉടനെ ഇരിക്കും, സത്യം ജയിക്കുകയും ചെയ്യും. സ്തോത്രം. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പറയുന്നത്, ഞങ്ങൾക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ലെന്ന്. കാരണം ഞങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ എപ്പോഴും ഓർക്കണം, സത്യം വിട്ട് യാത്ര ചെയ്യരുത്. ഒരിക്കലും ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ടൊരു ഭാഗം പറഞ്ഞിട്ട് ഞാൻ വചനത്തിലോട്ട് വരാം. 2-ാം അധ്യായത്തിൽ വലിയ ഉണർവ് നടന്നു. വലിയ ഉണർവ് എന്ന് പറഞ്ഞാൽ യോവേൽ പ്രവാചകൻ പ്രവചിച്ചു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇതിൻ്റെ എക്കോ ഒന്ന് ഓഫ് ചെയ്ത് തരാം. ഇവിടെയുണ്ട്. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. സ്തോത്രം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇത് സംഭവിച്ചു എപ്പോൾ? അപ്പോസ്തല പ്രവൃത്തി 2-ൽ പെന്തിക്കോസ്ത് നാളിൽ 120 പേർ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ കൂടി.
അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് രംഗപ്രവേശനം ചെയ്തു. 120 പേരെ അന്യഭാഷകളാൽ നിറയപ്പെട്ടു. വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. ഉണർവ് അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ചിലരൊക്കെ വസ്തു വിറ്റ് അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചു. വിൽക്കണമെന്ന് നിയമമില്ല, ബോധ്യമാണ്. ചില കണ്ടിട്ടില്ലയോ, സഭ പറയുക എനിക്കൊരു കൺവെൻഷൻ നടത്തണം. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നടത്തിക്കോളാം. നിർബന്ധമല്ല, നിയോഗമാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനെൻ്റെ ചർച്ചിനകത്ത് ഇപ്പോൾ ഒരു പുതിയ ചർച്ച് ഞാൻ പണിതു. 5000 പേർക്ക് ഒന്നിച്ചിരുന്ന് ആരാധിക്കാവുന്ന ചർച്ച്. ആ ചർച്ചിനകത്ത് ഒരു LED വാള് വേണമായിരുന്നു. ഏകദേശം സ്തോത്രം 800 സ്ക്വയർ ഫീറ്റ് വേണം. 70 ലക്ഷം രൂപ വേണം. ഒരാൾ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു തരാം. അങ്ങനെ ഒരാൾ വാങ്ങിച്ചു തന്നു. അത് നിർബന്ധമല്ല, നിയോഗമാണ്. നിങ്ങളെന്നെ ശ്രദ്ധിക്കണം. സ്തോത്രം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം നിങ്ങളോട്. ഹല്ലേലൂയ. ഒരു കുടുംബത്തിന് നിയോഗമുണ്ടായി വസ്തു വിൽക്കാൻ. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു, അച്ഛാ ഉപദേശിമാരൊക്കെ ഇങ്ങനെ പറയും, നമ്മുടെ കൈ നമ്മുടെ തലയ്ക്കിരിക്കണം, അതുകൊണ്ട് കുറച്ച് കൊടുത്തിട്ട് കുറച്ച് SBI ലെഫ്റ്റ് ഇടാം, കുറച്ച് കൊടുത്തിട്ട് SBI ലെഫ്റ്റ് ഇട്ടച്ച്. പത്രോസ് അവിടുത്തെ ഉപദേശി, ഞാനോ ഈ പാസ്റ്റർമാരോ ഒന്നുമല്ല. നിങ്ങൾക്കറിയോ, 1000-ൻ്റെ നോട്ടുണ്ടായിരുന്നു, 2000-ൻ്റെ നോട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം 500 ഉള്ളൂ. 2000-ൻ്റെ നോട്ട് ജീൻസിൻ്റെ പോക്കറ്റിൽ 10 ലക്ഷം രൂപ കൊണ്ടുവരുന്നു. 2000-ൻ്റെ നോട്ട് പണ്ട് 50 രൂപയാണ്. ഈ കാലത്ത് മുളക് ചാക്ക് ചുമക്കുന്ന പോലെ വേണം പൈസ കൊണ്ടുവന്ന് മുമ്പിലിട്ടു. പത്രോസ് ചോദിച്ചു, ഇത്രയ്ക്കാണോ നിലം വിറ്റത്? അവർ പറഞ്ഞ അതെ. ഉടനെ പത്രോസ് ചോദിക്കുക, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? അപ്പോൾ കള്ളം ആര് കാണിക്കുന്നുണ്ടോ, അത് പാസ്റ്റർ കാണിച്ചാലും വിശ്വാസി കാണിച്ചാലും അച്ഛൻ കാണിച്ചാലും കപ്പ്യാർ കാണിച്ചാലും ആമി സെക്രട്ടറി കാണിച്ചാലും കള്ളം തന്നെയാണ്. നിങ്ങൾ എന്നെ സ്വോത്രം പറയാത്ത? ഹല്ലേലൂയ. അപ്പോൾ ആരെങ്കിലും കള്ളം കാണിക്കുന്നുണ്ടെങ്കിൽ ഇനി കാണിക്കരുത്, നിങ്ങൾ സത്യത്തിൽ നടക്കണം. കാരണം ഞാൻ ബൈബിളിലൂടെ ഒന്ന് വെളിപ്പെടുത്തി തരാം. വാക്യങ്ങളൊന്നും നിങ്ങൾ വായിക്കണമെന്നില്ല, ചില വാക്യം മാത്രം ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. 145 സങ്കീർത്തനത്തിൽ വാക്യം കൊണ്ട് വായിക്കേണ്ട. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. അപ്പോൾ ദൈവം സമീപസ്ഥനാണെങ്കിൽ ദൈവത്തെ വിളിക്കുന്ന എല്ലാവർക്കും സമീപസ്ഥനല്ല, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും എൻ്റെ ദൈവം സമീപസ്ഥനാണ്. അപ്പോൾ ദൈവത്തെ വിളിക്കുന്നതിനകത്ത് എന്തോ വേണം? ഒരു സത്യമുണ്ടാകണം. ദാവീദ് ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന 25 സങ്കീർത്തനത്തിലുണ്ട്. യഹോവേ, നിന്റെ സത്യത്തിൽ നടത്തി എന്നെ പഠിപ്പിക്കണമേ. എനിക്ക് സത്യത്തിൽ നടക്കാൻ അറിയത്തില്ല, എൻ്റെ ദൈവം എന്നെ സത്യത്തിലൊന്ന് നടത്തണേ. തെറ്റിപ്പോകുന്നവരോട് ഞാൻ പറയാം, തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരോട് പറയാം. പൗലോസ് പറഞ്ഞു, നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും ഇച്ഛിക്കാത്ത തിന്മ വന്നു പോവുക. സഹായിക്കണേ കർത്താവേ. ചിലരോടൊക്കെ കർത്താവ് പറയുക, നീ തെറ്റിപ്പോകരുത്, ദൈവം നിന്നെ ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ അസത്യത്തിലൂടെ കൊണ്ടുപോകത്തില്ല. യേശുക്രിസ്തു ഒരിക്കൽ യഹൂദന്മാരോട് പറഞ്ഞു, യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകും. അടുത്ത കേട്ടോ, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരാൾ സ്വതന്ത്രനാകണമെങ്കിൽ എവിടെ വരണം? സത്യത്തിലേക്ക് വരണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ചില കൊച്ചു കള്ളങ്ങളൊക്കെ ഇന്ന് രാത്രി പിടിക്കപ്പെടാൻ പോവാ. ഹല്ലേലൂയ. ചിലതൊക്കെ ഇന്ന് കൊച്ചു കള്ളങ്ങൾ ഉപേക്ഷിക്കാൻ പോവാ. വലിയ സത്യങ്ങളിലേക്ക് ജനം ഇറങ്ങിത്തിരിക്കാൻ പോകുകയാണ്. വർഷങ്ങളായി നിന്റെ ലൈഫിൽ മുടങ്ങിക്കിടന്നതെല്ലാം നീ സത്യത്തിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടാകാൻ തുടങ്ങും. ഒരുവൻ സത്യത്തിലേക്ക് വന്നാൽ അതിനർത്ഥം അവൻ അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങിയെന്നാ. കുറേ കൈയടിച്ചാൽ വിടുതൽ കിട്ടുമെന്ന് ചിന്തിക്കരുത്. അല്ല, നീ സത്യത്തിലേക്ക് വരുമ്പോൾ നന്മ നിന്റെ പുറകെ വരും.
ഒരാൾ സത്യത്തിലേക്ക് വന്നാൽ, യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞാൽ, ചിലർ ഈ 2 വള്ളത്തേൽ കാല് വെക്കുന്നവരുണ്ട്. 2 വള്ളത്തെ കാല് വെച്ചാൽ എന്തോ സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ നീ വെള്ളത്തിലാവും. ദൈവത്തെ മാമോനെ ഒന്നിച്ച് സേവിക്കാൻ പറ്റുകയില്ല. ഒന്നീ ദൈവത്തെ, അയ്യോ സ്തോത്രം പോയോ എൻ്റെ ഭാഷ, എന്തെല്ലാം നോട്ടീസൊക്കെ ഒട്ടിച്ചാൽ ഞങ്ങളൊരാളെ ഇവിടെ കൊണ്ട് ഇരുത്തിയതിൽ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ ദൈവത്തെ സേവിക്കുന്നത് 2 രീതിയിലല്ല. ചിലർ നാളും നോക്കും, പ്രവചനവും കേൾക്കും. ചിലർ വാരഫലവും നോക്കും. ഇവിടെ ഒരാൾ ഓടി എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കണം, ഭയങ്കര കഷ്ടകാലമാണ് വെളിപ്പെട്ടേക്കുന്നത്. ഞാൻ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചവൻ ദൈവം പറഞ്ഞു നല്ല കാലമാണ്. ഞാൻ ചോദിച്ചു ആരാ കഷ്ടകാലം എന്ന് പറഞ്ഞ്, വാരഫലത്തിൽ അങ്ങനെ. വാരഫലം വേറെ, നിന്റെ ഭാവി വേറെ. 2 ഇടത്താകരുത്. ചിലർ പോകത്തില്ല, കൊടുത്തു വിടും. എൻ്റെ വകയായിട്ട് ഇട്ടേരെ. സഹകരിക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. സത്യം വിടരുത്. സത്യമാ നിനക്ക് വിജയം തരുന്നത്. 15-ാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. സംസാരത്തിൽ പോലും എന്താ വേണം? സത്യം വേണം. നിങ്ങൾ നോക്കിയേ, നമുക്ക് സത്യം പറയാൻ പറ്റുന്നുണ്ടോ? മിണ്ടുന്നുണ്ടല്ലോ, മിണ്ടുന്നില്ലല്ലോ. സത്യം പറയാൻ പറ്റുന്നുണ്ടോ? ഈ അന്തരീക്ഷമൊക്കെ ഇപ്പം മാറുമെന്നേ. സത്യം സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? പറ്റണം, പറ്റണം. പൗലോസ്ലീഹ എഫെസോസിലെ സഭയോട് പറയുക, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരണം. സത്യം സംസാരിച്ചാലേ വളരാൻ പറ്റൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. സത്യം സംസാരിച്ചാലേ വളരാൻ പറ്റൂ. അതുകൊണ്ട് സത്യം ഈ ഒരു കള്ളം പറഞ്ഞാൽ അത് സമർത്ഥിക്കാൻ 5 കള്ളം പറയേണ്ടി വരും. സത്യം പറഞ്ഞ അന്നേരം ഇച്ചിരി വിഷമം ഉണ്ടാവുന്നേ ഉള്ളൂ. സ്തോത്രം. പിന്നെ നിന്നെ വിശ്വസിക്കാൻ കൊള്ളാം. ഒരു തെറ്റ് ചെയ്താൽ അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഇനി ചെയ്യത്തില്ല. അതാണ് ഈ സത്യമുള്ളവൻ്റെ പ്രത്യേകത. സത്യമുള്ളവൻ്റെ പ്രത്യേകത. സത്യം നിങ്ങൾക്കുണ്ടെങ്കിൽ സകല അനുഗ്രഹവും ഈ സത്യവുമായിട്ട് ബന്ധപ്പെട്ട. സങ്കീർത്തനത്തിലുണ്ട്, സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് അവൻ തൻ്റെ ഭക്തന്മാർക്കൊരു കൊടി നൽകിയിരിക്കുക. ഇന്ന് പകൽ നിന്റെ വീടിൻ്റെ മുകളിൽ ഉയരേണ്ട കൊടി സത്യത്തിൻ്റെ കൊടിയാ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഈ സത്യമില്ലെങ്കിൽ നിനക്കൊരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സത്യമില്ലെങ്കിൽ നിനക്കൊരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഈ ചെല്ല് കണ്ടിട്ടില്ലയോ, നട്ട കളിക്കാത്ത കള്ളം പറയും. കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തുവാ പറയുന്നതെന്ന്. പച്ചക്കള്ളമാണെന്നറിയാം, പക്ഷേ എന്നാൽ ഒരു മടിയില്ല. കള്ളം പറയുകയും ചെയ്യും, തിരുമേശ എടുക്കുകയും ചെയ്യും. പിണങ്ങരുത്. പക്ഷേ സത്യം പറഞ്ഞു പഠിക്കണം. നിങ്ങളുടെ ചിലർ നെഗറ്റീവായ കാര്യം മാത്രമേ പറഞ്ഞു പഠിക്കത്തുള്ളൂ. ഞാൻ അന്നെ പോസിറ്റീവായിട്ട് മാത്രമേ പറയത്തുള്ളൂ, നെഗറ്റീവ് പറയത്തില്ല. ഒരാൾ രോഗി വന്നാൽ ഞാൻ പറയും സൗഖ്യമാവും. കടമുള്ളവൻ വന്നാൽ ഞാൻ പറയും കടം മാറും. ശാപമുള്ളവൻ പറഞ്ഞാൽ ശാപം അഴിയും. പിശാചുള്ളവൻ വന്നാൽ അത് പൊട്ടും. പൊട്ടാൻ സാധ്യത ഉണ്ടെന്നല്ല, പൊട്ടും. അതിൻ്റെ കാരണം എന്താ? പറഞ്ഞ് പഠിക്കണം. വിശ്വാസം പറഞ്ഞു പഠിക്കണം. സത്യം പറഞ്ഞു പഠിക്കണം. നിന്റെ സത്യം വേറെ ആരുടെ മുമ്പിൽ തെളിയിക്കേണ്ട. നിന്റെ മനസാക്ഷി കോടതിയിൽ സത്യമുണ്ടായാൽ മതി. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ദിവസങ്ങളിൽ യോഹന്നാന്റെ ലേഖനത്തിലുണ്ട്, നിന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിന്റെ സന്തതി സത്യത്തിൽ നടക്കട്ടെ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയാ, പല അനുഗ്രഹങ്ങളും നീ സത്യത്തിലേക്ക് വന്നാൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. 33 വർഷം മുമ്പ് ഞാൻ ഈ സത്യത്തിലോട്ട് വന്നോണ്ടാ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ അനുഗ്രഹവും.
2 വള്ളത്തെ കാലി വെച്ചില്ല, വിട്ടതാ. അബ്രഹാമിനോട് പറഞ്ഞു, നീ വിട്ടിറങ്ങ്, നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശം ഞാൻ കൊണ്ടുപോകാം. അത് പറഞ്ഞ് വിടുക. രണ്ടാമത്തെ കാര്യം, യേശു പറയുന്നു, ഞാനാകുന്ന വഴിയിലേക്ക് നീ വന്ന്, ഞാനാകുന്ന സത്യത്തിലേക്ക് നീ വരണം. അത് കഴിയുമ്പം ഞാനാകുന്ന ജീവനിലേക്ക് നീ പ്രവേശിക്കും. യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം, നിത്യതയാ പറയാൻ പോകുന്നത്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. യേശുക്രിസ്തു ഒരു കാര്യം പഠിപ്പിക്കുക, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. പക്ഷെ യേശു വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാൻ, സമൃദ്ധിയായിട്ടുണ്ടാകാൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവ് വന്നത് എന്തിനാ? യേശു പറയുക, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. അത് മൈക്കുള്ള ആരെങ്കിലും ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു പറയുക, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനാണ്, കള്ളൻ വരുന്നത് അറുക്കാനാണ്, കള്ളൻ വരുന്നത് മുടിക്കാനാണ്. എന്നാൽ ഞാൻ വന്നത് കള്ളൻ മോഷ്ടിച്ച്, കള്ളൻ അറുത്ത്, കള്ളൻ മുടിച്ച ഒന്നിനെ ഇങ്ങോട്ട് തന്നാൽ ഞാൻ ജീവൻ പകർന്ന് എഴുന്നേൽപ്പിക്കാം. ഒരാമയും പറഞ്ഞാട്ടെ. മോഷണം എന്ന് പറഞ്ഞാൽ എന്തുവാ? നാടൻ ഭാഷ പറയാം. മോഷണം ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ അപഹരിക്കുന്നതിൻ്റെ പേരാ മോഷണം. ഞാനിവിടെ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന ഫോൺ എന്നോട് ചോദിക്കാതെ ഒരാൾ എടുത്തുകൊണ്ട് പോയാൽ അതിൻ്റെ പേരാ മോഷണം. ഒന്നുകൂടെ പറയാം, ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ അപഹരിക്കുന്നതിൻ്റെ പേരാ മോഷണം. നിന്റെ അനുവാദമില്ലാതെ നിന്റെ ആരോഗ്യത്തെയോ നിന്റെ സമ്പത്തിനെയോ നിന്റെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിനെയോ ശത്രു അപഹരിച്ചെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന നീ പറയണം, അപഹരിക്കാൻ വരുന്ന ശത്രുവിനെ ജയിക്കുന്ന ഒരു ബലം നിന്റെ അകത്ത് വേണം. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാനൊരിക്കലൊരു കള്ളൻ്റെ കഥ കേട്ടിട്ടുണ്ട്. ഒരു കള്ളൻ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറി. പാവം ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉറങ്ങുന്ന വീട്ടിലായിരുന്നു. വീടിൻ്റെ മേളിൽ കയറി ഓട് പൊളിച്ച് കയറെ ഞാൻ താഴെ ഇറങ്ങി, അലമാരി തുറന്ന് സ്വർണവും പണവും മോട്ടിച്ചു. ഉറങ്ങിക്കിടന്ന അമ്മച്ചയുടെ കഴുത്തലെ മാല പൊട്ടിച്ചു. ഉറങ്ങിക്കിടന്ന അപ്പച്ചൻ്റെ കയ്യാലെ മോതിരം മൂരി വാച്ചെടുത്തോണ്ട് പോയി. കള്ളൻ ആ വീടിനകത്ത് വാതിൽ തുറന്ന് വെളിയിൽ പോയി. കള്ളന് സ്വസ്ഥമായില്ല. അടുത്തൊരു വീട്ടിലും പോയി. രണ്ടാമത്തെ വീട്ടിലും ചെന്ന് മോട്ടിച്ചു. മൂന്നാമത്തെ വീട്ടിലും മോട്ടിച്ചു. മൂന്നാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു അബദ്ധം പറ്റി. ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ താമസിക്കുന്ന വീടായിരുന്നു. പട്ടാളക്കാരൻ സന്ധ്യയ്ക്ക് വന്ന വിവരം കള്ളൻ അറിഞ്ഞില്ല. ഇന്ത്യയുടെ അതിർത്തി കിടന്ന് പാകിസ്ഥാൻ്റെ മിസൈൽ ഇന്ത്യക്ക് വരുന്ന തിരിച്ചറിയാൻ കഴിയുന്ന പട്ടാളക്കാരന് തൻ്റെ വീടിൻ്റെ ഓട് പൊളിക്കുന്നത് അറിയാൻ ഒത്തിരി നേരം വേണ്ടി വന്നില്ല. എന്നാലും കമ്പിളിക്കകത്ത് പമ്മിക്കടന്നു. 2 വീട്ടിൽ മോട്ടിച്ച മുറയുമായി മൂന്നാമത്തെ വീട്ടിൽ മോട്ടിക്കാമെന്നവനെ പട്ടാളക്കാരൻ ഒറ്റക്കയ്യെ പിടിച്ചു നിർത്തി. ഫോണെടുത്ത് പോലീസിനെ വിളിച്ചു. 5 മിനിറ്റ് കൊണ്ട് പോലീസിനെ കൈമാറി കള്ളനെ. ചോദ്യം, 2 വീട്ടിൽ നടന്ന മോഷണം എന്താ മൂന്നാമത്തെ വീട്ടിൽ നടക്കാഞ്ഞേ? പറയാം, പുറത്തുനിന്ന് വന്നതിനേക്കാൾ അകത്തുള്ളവൻ കരുത്തനായിരുന്നു. എപ്പോഴാണ് മോഷണം നടക്കുന്നതെന്ന് അറിയാമോ? നിന്റെ അകത്തെ ആത്മീക കരുത്ത് നഷ്ടപ്പെടുമ്പോഴാണ്. പലരുടെയും കുടുംബത്തെ പിശാച് മോഷ്ടിച്ചു, പലരുടെയും ആരോഗ്യത്തെ പിശാച് മോഷ്ടിച്ചു. എന്നാൽ യേശു പറയാം, മോഷ്ടിച്ചെങ്കിൽ നീ പേടിക്കണ്ട, ഞാൻ വന്നത് ജീവൻ പകരാനാ. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നത് ഒരു ജീവന്റെ തുടിപ്പാണ്. നിശ്ചലമായ നിന്റെ അവയവങ്ങളിൽ ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ ജീവൻ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്നത് ജീവന്റെ തുടിപ്പാണ്. യേശുവിന്റെ നാമത്തില് നഷ്ടപ്പെട്ട ആരോഗ്യം ഇന്ന് രാത്രി തിരിച്ചു പിടിക്കട്ടെ. നഷ്ടപ്പെട്ട നന്മകൾ ഇന്ന് രാത്രി തിരിച്ചു പിടിക്കട്ടെ. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ രാത്രി ഇവിടെ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൂതം, നീ കരുത്തു പ്രാപിക്കണം. അപഹരിച്ചതെല്ലാം ഇന്ന് രാത്രി തിരിച്ചു പിടിക്കണം. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനാ. നിന്റെ നന്മ മോഷ്ടിക്കപ്പെട്ടു, നിന്റെ സൗന്ദര്യം മോഷ്ടിക്കപ്പെട്ടു, നിന്റെ ഭാവി മോഷ്ടിക്കപ്പെട്ടു, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം മോഷ്ടിക്കപ്പെട്ടു. യേശു പറയുക, നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു തരാം.
ഓ, മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഓ, ആരൊക്കെയോ ദൈവം സംസാരിക്കുക. നിന്റെ നഷ്ടം നികത്തുവാൻ സമയമായി. കൈവിട്ടു പോയ പല അനുഗ്രഹങ്ങളും തിരിച്ചു പിടിക്കാൻ. ഓ, ഹല്ലേലൂയ. മനസ്സിലായവർക്കാ? യെസ്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. കൈവിട്ടു പോയതിനെ ചൊല്ലി സങ്കടപ്പെടേണ്ട. ചിലരുടെ ശരീരത്തിൽ ആരോഗ്യം തിരിച്ചു വരട്ടെ. ചിലരുടെ ഭാവി തിരിച്ചു വരട്ടെ. നീ കഷ്ടമനുഭവിച്ച നാളുകൾക്കും ദുഃഖമനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഇന്ന് രാത്രി ഒരു സന്തോഷം ഉണ്ടാകട്ടെ. ഓ, മനസ്സിലാ? യെസ്. ഞാൻ ഒരു കാര്യം പറയാം. യേശു പറയുക, കള്ളം വരുന്നത് മോഷ്ടിക്കാനാ, കള്ളം വരുന്നത് അറക്കാനാ, കള്ളം വരുന്നത് മുടിക്കാനാ. പക്ഷെ ഞാൻ വന്നത് അവൻ മോഷ്ടിച്ചറുത്ത് മുടിച്ചതിനെ ഞാൻ ജീവൻ പകർന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുക. മനസ്സിലാകുന്നവർ സ്തോത്രം ചെയ്യണം. ഈ വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തനായ ഒരു കഥാപാത്രമാണ് ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ്. ഒരു മനുഷ്യൻ്റെ 3 അവസ്ഥകൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ഒന്ന്, ദൈവത്തിന് സ്തോത്രം, ജീവിതത്തിൽ എല്ലാം ഉള്ളൊരു മനുഷ്യനാണ് ഇയ്യോബ്. 2, എല്ലാം ഉള്ളവൻ ഒന്നുമില്ലാത്ത ചരിത്രം ഇയ്യോബിനുണ്ട്. സകലതും ഇരട്ടിയായി തിരികെ പിടിച്ചൊരു കാലമുണ്ട്. സ്തോത്രം. ഞാനിവിടെ നിന്നുകൊണ്ട് ഒരു ആത്മീക സന്ദേശം പറയാം. ഒരു കാലത്ത് പ്രതാപത്തിൽ നിന്നവർ ഒന്നുമില്ലായ്മയിട്ട് വീണെങ്കിൽ സങ്കടപ്പെടരുത്. സകലതും മടക്കി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതാ ഞാൻ ഇന്ന് രാത്രി സേവിക്കുന്ന ദൈവം. ഓ, ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കാ? യെസ്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ ഇന്ന് രാത്രി ജീവന്റെ തുടിപ്പ് ഇവിടെ വ്യാപരിക്കുക. നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് രാത്രി തിരികെ പിടിക്കണം. എത്ര പേരത് വിശ്വസിക്കും? എത്ര പേരത് വിശ്വസിക്കും? നമ്മുടെ ഒരു പ്രശ്നം, നമുക്കൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മളങ്ങ് ഡൗൺ ആവും. ഗ്ലോറി. ഒരു രോഗം വന്നു, പിന്നെ ആരോടും മിണ്ടത്തില്ല. എന്നാ ബ്രദറെ, ചാകാൻ പോവുക, എന്നാ ഒട്ട് ചാകത്തുമില്ല, മിണ്ടുന്നില്ല. ഒരു കടം വന്നു, എൻ്റെ ബ്രദറെ എല്ലാം തീർന്നു. അല്ല, ഞാനൊരു മനുഷ്യനെ കാണാൻ പോയി, അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ മനുഷ്യൻ്റെ പേഴ്സണൽ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, സാറേ, നമ്മൾ ആ ബാങ്കിൽ നിന്ന് എടുത്ത ലോണ് ഇത്ര കോടി രൂപയുണ്ട്, അതടയ്ക്കാൻ ബാങ്കിൽ നിന്ന് ആൾ വന്നേക്കും. അപ്പം പുള്ളി എന്നോട് വാതിൽ തുറന്നിട്ടേച്ച് കാണിക്കുക, പുതിയ വാങ്ങിക്കുന്ന ഹെലികോപ്റ്റർ ഇവിടെ വേണം പാർക്ക് ചെയ്യാൻ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്ത് ഈ പുള്ളി വലിയ കോടീശ്വരനാന്നൊക്കെ വിചാരിച്ചിരിക്കുക. അപ്പം പുള്ളി പറഞ്ഞു കോടിക്കണക്കിന് രൂപ കടമുണ്ടല്ലോ, അത് കൊടുക്കാൻ വേണ്ടി ആൾ വന്നേക്കുക. ഉടനെ ആ മനുഷ്യൻ തൻ്റെ പേഴ്സണൽ സെക്രട്ടറിയോട് പറയുക, നീ പറ ഈ ആഴ്ച കൊടുക്കാമെന്ന്. അപ്പം പേഴ്സണൽ സെക്രട്ടറി പറയുക, എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, കഴിഞ്ഞ 6 മാസമായിട്ട് ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാലും പുള്ളി പറഞ്ഞു, എടാ നിൻ്റെ പണി ഇതാ, കടമുള്ളവനെ പറഞ്ഞു നിർത്തുന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി വന്നേച്ച് പറഞ്ഞു, ഹൗസ് ലോൺ ഒരു 85 ലക്ഷം ഉണ്ട്, അത് 8 മാസമായിട്ട് അടച്ചിട്ടില്ല, മൊത്തം അടയ്ക്കാൻ ബാങ്കിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. അവളോടും പറഞ്ഞു, നീ പറ ഈ മാസം അടയ്ക്കാവുന്നു. ഉടനെ അവളും പറഞ്ഞു, അതല്ലയോ 6 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛന് കടമുണ്ടോ? പുള്ളി പറഞ്ഞു, ടാറ്റായ്ക്കും ബെർലായ്ക്കും വരെ കടമുണ്ട്, പിന്നെ എനിക്കാന്നോ കടമില്ലാത്ത? മിണ്ടുന്നില്ല. കടമൊന്നും പുള്ളിയെ ബാധിക്കുന്നില്ല, രോഗമൊന്നും ബാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം സുന്ദരിയായൊരു പെങ്കൊച്ചൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. അവൾ അവിടുന്ന് നടന്നു വരുമ്പോൾ ഇവിടെ മുടിക്കൊരു 5-6 കളറാ. സ്തോത്രം. അവൾ മുമ്പിൽ നിൽക്കുക, ഇതിലെ കൂടെ മഞ്ഞ, ഇതിലെ കൂടെ പച്ച, നീല, ഞാൻ ഓർക്കുന്നില്ല. തലേ കൈവെക്കാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പം ഇതെന്നാ കളറാ കൊച്ചെന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കൊച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇച്ചിരി രോഗമൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? അത് ഇടത്തെ ബ്രസ്റ്റിന് ക്യാൻസർ വന്ന് അതെടുത്ത് കളഞ്ഞു.
വലത്തെ പ്രശ്നം ക്യാൻസർ വന്നത് എടുത്തു കളഞ്ഞു. ലിവറിന് ഇച്ചിരി പഴുപ്പ് വന്ന് കുറച്ച് കട്ട് ചെയ്തു. വെരിക്കോസിൻ്റെ 4 ഓപ്പറേഷൻ കഴിഞ്ഞു. ഹാർട്ടിൻ്റെ വാൽവ് മാറ്റിവെച്ചു. ഒരു കിഡ്നി മാറ്റിവെച്ചു. ജീസസ്. ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ട്? 36 വയസ്സ്. എന്നെ കണ്ടാൽ കുറച്ച് അഭംഗിയുണ്ട് പാസ്റ്ററായി. ഒറ്റ നോട്ടത്തിൽ അറിയാം. സ്തോത്രം. എനിക്ക് ഒരു സ്ത്രീയുടെ ബോഡി സ്ട്രക്ചർ അല്ല. കാരണം ഓപ്പറേഷൻ ചെയ്ത് പല അവയവവും പോയി. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കാതിരിക്കാനായി മുടി കളർ ചെയ്ത് പാസ്റ്റർ വഴക്ക് പറയരുത്. ഞാനവിടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു പോകാൻ നേരത്ത് അവൾ പറഞ്ഞു, ഇതെല്ലാം ഉണ്ടേലും ദൈവം നടത്തും. നമുക്കൊരു മുട്ടുവേദന ഉണ്ടായതിനായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇയ്യോബിൻ്റെ ഒരു പ്രത്യേകത പറയാം. എല്ലാം നഷ്ടപ്പെട്ടു. 7 ഇടമായുടെ 3000 ഒട്ടകം, 500 ആൾക്കാർ, 500 പെൺകെടുത്ത, 100 കണക്കിന് ദാസീദാസന്മാരെല്ലാം ഒരു ദിവസം നഷ്ടപ്പെട്ടു. ഇയ്യോബിൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, അച്ചായ ഇനി ഭക്തി എന്തിനാ, നമുക്കൊന്നിച്ച് ക്ലബിപ്പാ. ആട്ടുമോളെ പോകാന്നല്ല, എടി പൊട്ടിപ്പെണ്ണെ മിണ്ടാതിരി. നന്മ തന്നപ്പോഴും നമ്മളെ അനുഭവിച്ച്, നന്മ എടുത്തപ്പോഴും നമ്മളെ അനുഭവിക്കുന്നത്. തരാനും എടുക്കാനും അധികാരമുള്ളവനാ ദൈവം. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ നഷ്ടത്തെ നോക്കി കരയരുത്. പോയ നഷ്ടത്തെക്കാൾ വലിയ അനുഗ്രഹം നിനക്ക് തരാൻ ദൈവം വിശ്വസ്തനാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കൈവിട്ട എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ തിരിച്ചു തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. എല്ലാം തീർന്ന് ഇയ്യോബ് ഈ സമ്പത്ത് പോയതൊക്കെ പോയിട്ട് ചൊറിച്ചിലും പിടിച്ചു. എന്തുവാ ചൊറിച്ചില്? നമ്മൾ ചൊറിഞ്ഞാൽ കൈകൊണ്ട് ചൊറി. ഇയ്യോബ് വന്നേ ഓട്ട് കഷ്ണം എടുത്ത് ചൊറിയുക. ഇയ്യോബിൻ്റെ ഭാര്യ ടാറ്റ സവാരിയെ വാനിറ്റി ബാഗ് ഒന്ന് പോയി ആരാധനയ്ക്ക് വന്നവളാണ്. ഇപ്പൊ വല്ലവും എടുത്ത് വെല്ലവിൻ്റെ പുരടുത്ത് കരിയില വാരാൻ പോവുക. ഇയ്യോബിനിരിക്കാൻ ചാരം വേണം. ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പൊ പുള്ളിക്കാരത്തി അപ്പുറത്തെ ഫ്ലാറ്റിൽ റെന്റിന് താമസിക്കുക. ഇയ്യോബിനോട് താമസിക്കാൻ കൊടുത്തില്ല, ചൊറിച്ചില്ല. സാത്താൻ ഇയ്യോബിൻ്റെ അടുക്കൽ വന്നേച്ച് ചോദിച്ചു, വല്ലതും പറയാനുണ്ടോ? ഇയ്യോബ് പറഞ്ഞു, ഉണ്ട്. എന്നാ പറയാനുണ്ട്? വൃക്ഷം അറിയാമോ? അറിയാം. അതിൻ്റെ പ്രത്യേകത അറിയാമോ? ഇല്ല. വെട്ടിയാൽ വെട്ടുന്നിടത്തുനിന്ന് അടുത്ത കിളിപ്പ് പൊട്ടു. നീ എൻ്റെ ആരോഗ്യത്തിൻ്റെ ശിഖരം മുറിച്ചു, എൻ്റെ സമ്പത്തിൻ്റെ ശിഖരം മുറിച്ചു, എൻ്റെ സന്തതിയുടെ ശിഖരം മുറിച്ചു. പക്ഷെ എന്നെ കിളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. തിരിച്ചറിവുണ്ടല്ല, സ്തോത്രം ചെയ്യാവൂ. ഈ രാത്രി പ്രത്യാശയുള്ളവരോട് പറയാം, നിന്റെ നഷ്ടം ഒരു നഷ്ടമല്ല. നീ സത്യത്തിൽ നടക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ രാത്രി ദൂത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം, നഷ്ടപ്പെട്ടതല്ല ഇയ്യോബിന് ദൈവം തിരിച്ചു കൊടുത്തു. ഞാനൊരു കാര്യം പറയാം, നഷ്ടം വരുത്താൻ പിശാചിന് അറിയാമെങ്കിൽ അത് മടക്കിത്തരാൻ ദൈവത്തിനറിയാം. ഇയ്യോബിന്റെ നഷ്ടപ്പെട്ട സമ്പത്ത് സാത്താനെ അപകരിച്ചത് സാത്താനല്ല കൊടുത്തത്, ദൈവമാണ് കൊടുത്തത്. അപ്പൊ ഇന്ന് രാത്രി ഉറപ്പ് തരാം, നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി നിനക്ക് തിരിച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ മോഷ്ടിക്കുന്ന കരങ്ങൾ, നിന്നെ തകർക്കുന്ന കരങ്ങൾ ഇന്ന് രാത്രി നിന്നെ വിട്ട് ഓടണം. രണ്ടാമത്തെ ദൂത കള്ളൻ വന്നത് അറുക്കാനാ. എന്തിനാ? കണ്ടിട്ടില്ലേ വമ്പൻ മരങ്ങളൊക്കെ ഇപ്പം മിഷന്മാളാ. മറ്റേ 2 പേര് നിന്ന് അറക്കുക. ഇന്നറുത്ത 3-ന്റെ അന്നേ മരം വീഴൂ. ഗ്ലോറി. എനിക്കൊരു സ്നേഹിതനുണ്ട്, കൊച്ചുമോൻ എന്നാ പാസ്റ്റർ പേര്. ഒരു ദിവസം രാത്രി കൊച്ചുമോൻ കിടന്നുറങ്ങുമ്പം ഒരു സ്വപ്നം കണ്ടു. കൊച്ചുമോന്റെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചുപോയി. കൊച്ചുമോൻ ഉറക്കത്തിന് ചാടി എഴുന്നേറ്റ് ഭാര്യയുടെ തലേ കൈവച്ച് ശ്വാസിക്കുക. ഇവിടെ ജീവനെ അപകരിക്കുന്ന ക്യാൻസറിനെ ശ്വാസിക്കുന്നു. എന്നും വൈകിട്ട് കുടുംബ പ്രാർത്ഥന നടക്കുമ്പം, ആരാധന കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കൊച്ചുമോൻ എഴുന്നേറ്റ് ഭാര്യയുടെ തലേ കൈവച്ച് ശ്വാസിക്കും. പിള്ളേരൊക്കെ കൊച്ചു പിള്ളേരെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ പിള്ളേരൊക്കെ വലുതായി. ഒരുത്തൻ ഡോക്ടറായി, ഒരുത്തി ഡോക്ടറായി. അവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നിരിക്കുമ്പം അപ്പൻ അമ്മയുടെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പം, ശാസിച്ചപ്പം
പിള്ളേർ പറഞ്ഞു, ഡാഡി ഇനി ഇത് ചെയ്യരുത് ഇവിടെ. ഇല്ല മോനെ എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് പോയിട്ടും കൊച്ചുമോൻ ഇത് ചെയ്യും. ഒരു ദിവസം കൊച്ചുമോൻ്റെ ഭാര്യ തലകറങ്ങി വീണു. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്കപ്പുകൾ നടത്തി, സ്കാനിങ്ങുകൾ നടത്തി. മെയിൻ ഡോക്ടർ കൊച്ചുമോനെ വിളിച്ച് അരികിരുത്തി ചോദിച്ചു, നിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നിട്ടുണ്ടോ? ഇല്ല. ഡോക്ടർ പറഞ്ഞു, ക്യാൻസർ വന്നതായും അത് ഇല്ലായ്മപ്പെട്ട് പോയതിൻ്റെ തെളിവുകൾ ശരീരത്തിലുണ്ട്. കൊച്ചുമോൻ ദൈവത്തെ സ്തുതിച്ചു. അറുക്കുവാൻ ശത്രുവിട്ട വാള് പ്രാർത്ഥനയുടെ നടുവിൽ നിപ്പി മരം വെട്ടി ഇടുന്ന പോലെ ചിലതിന്റെ ആരോഗ്യത്തെ വെട്ടുന്ന ചില വാളുകൾ ഉണ്ടെങ്കിൽ യേശു പറയും, അവൻ വന്നത് അറുക്കാനാ, ഞാൻ വന്നത് ജീവൻ പകരാനാ. ഇന്ന് രാത്രി ഗ്രൗണ്ടിനുള്ളിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ജീവനാ. എന്റെ ബ്ലഡിലൂടെ ഒഴുകുന്ന ദൈവത്തിന്റെ ജീവനാ. പത്രോസ് പറയുക, ഞാൻ ശ്രേഷ്ഠവും മാന്യമായ മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ആരും ലജ്ജിക്കത്തില്ല. നിങ്ങളും അവൻ്റെ അടുക്കൽ ചെന്നിട്ട് ജീവനുള്ള കല്ലുകൾ ആകേണ്ടതിന്. കണ്ടോ, നാം യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് എന്തു ആകണം? ജീവനുള്ള കല്ല്. മനസ്സിലായി? ഏതൊക്കെ വൈറസ് വന്നിട്ടും നിന്റെ കുടുംബത്തെ തകർക്കാത്തത് എന്നാ? ഒറ്റ കാര്യം ഞാൻ തുറന്നു പറയാം, ജീസസ് നിന്റെ ഉള്ളിൽ ജീവൻ വ്യാപരിക്കുക. മനസ്സിലായവർക്കായി ഗ്ലോറി. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. നിങ്ങൾ മൂന്നാമത്തെ പദമാണ് മുടിക്കുക. എന്തുവാ? മുടിക്കുക. എൻ്റെ ദേശത്ത് നടന്നൊരു കാര്യം ഞാൻ പറയാം. ജന്മിയായി പാർത്തൊരു കുടുംബം, അപ്പനും അമ്മയും ബാംഗ്ലൂരിൽ നല്ല ശമ്പളം വാങ്ങിക്കുക. 2 കുഞ്ഞു പിള്ളേർ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നരാവർ. ഞങ്ങളുടെ ബാങ്ക് നാട്ടിലായപ്പം മാനേജർ നാട്ടുകാരനായതുകൊണ്ട്, നല്ല നാട്ടുകാരനായതുകൊണ്ട് അവരുടെ FD ഒക്കെ നാട്ടിൽ പാട്ടാ. മാനേജർ എത്ര നല്ലവനായിരുന്നു. പോട്ടെ, ചുരുക്കി പറയാം, ഒരു ദിവസം ഭാര്യ തലകറങ്ങി വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ക്യാൻസർ. ട്രീറ്റ്മെന്റ് തുടങ്ങി. ദരിദ്രൻ ചികിത്സിക്കുന്നതും സമ്പന്നൻ ചികിത്സിക്കുന്നതും 2 റേഞ്ചിലാണ്. ആദ്യം എറണാകുളമായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, പിന്നെ USA FD എല്ലാം തീർന്നു. ഒരു ദിവസം 5 ഏക്കർ തോട്ടമുണ്ട്, അവിടെ ഒരു ബോർഡ് ഞാൻ കണ്ടു, ഫോർ സെയിൽ. അതും വിറ്റു. ചികിത്സിച്ചുകൊണ്ടിരിക്കുക. അവസാനം താമസിച്ച വീടും വിറ്റു. ചികിത്സിച്ചുകൊണ്ടിരിക്കുക. ഒരു ചെറിയ വീട്ടിലോട്ട് താമസം മാറി. ആ വീട്ടിൽ കയറിയ 3ന്റെ അന്ന് ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു. ദുഃഖം കൊണ്ട് ഭർത്താവ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പോൾ അറിയുന്നത് 10 സെന്റും വീടും വലിയ ലോണിലാണ്. ചികിത്സക്കെടുത്ത വേറൊന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട കാഴ്ചയുണ്ട്. വല്യമ്മ 2 കുഞ്ഞുങ്ങളെ കൈപിടിച്ച് ഓരോ വീടുകളിൽ വടിയിടിച്ച് കയറി ഭിക്ഷയാചിക്കുക. ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, നീ കോടീശ്വരനായില്ലെങ്കിലും മുടിയാതെ നിർത്തുന്നത് ദൈവമാണ്. ഒരു രോഗം മതി നീ തകരാൻ, ഒരു കടം മതി നീ തകരാൻ, എന്നാൽ നീ മുടിയാതിരിക്കുന്നത് കൃപയാ. യേശു പറയാ, ശത്രു വന്നത് മോഷ്ടിക്കാനാ, ശത്രു വന്നത് അറക്കാനാ, ശത്രു വന്നത് മുടിക്കാനാ, എന്നാൽ ഞാൻ വന്നത് ജീവൻ പകരാനാ. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ജീവനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇനി ആ ഭാഗവും വിടുക. യേശു പറയുക, ഞാനാകുന്ന വഴിയിലൂടെ, ഞാനാകുന്ന സത്യത്തിലൂടെ, ഞാനാകുന്ന ജീവനിലൂടെ നിങ്ങൾ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പോകണം. ശ്രദ്ധിക്കണം, എന്താണ് യേശു പറഞ്ഞ പിതാവിൻ്റെ രാജ്യം? ഇന്ന് രാത്രിയിലെ പ്രധാന സന്ദേശത്തിലേക്ക് വരിക. ജനിച്ച സകല മനുഷ്യനും മരിക്കണം. ഒരാളോട് ചോദിക്കുക, ഇപ്പം എത്ര വയസ്സുണ്ട്? പുള്ളി പറഞ്ഞു 17 വയസ്സ്. കുറച്ചറിവായല്ലോ. ഇപ്പോൾ ചോദിക്കുക,
ഇച്ചിരി കഴിയുമ്പോൾ എത്ര ആവും? 18 ആവും. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ പഠിത്തം തീരും. പിന്നോ ജോലിക്ക് കയറും. പിന്നോ കല്യാണം കഴിക്കും. പിന്നോ പിള്ളേർ ജനിക്കും. പിന്നോ പിള്ളേരെ വളർത്തും. പിന്നോ പിള്ളേരെ പഠിപ്പിക്കും. പിന്നോ വീട് വെക്കും. പിന്നോ കാറ് വാങ്ങിക്കും. എല്ലാത്തിനും ഉത്തരം. പിന്നെ പിള്ളേരെ കെട്ടിക്കും. പിന്നോ പിള്ളേർക്ക് പിള്ളേരുണ്ടാവും. അപ്പോഴോ വല്യപ്പനാവും. പിന്നെ മരിക്കും. പിന്നോ ഇപ്പം ചോദിച്ച 48 ചോദ്യം കൃത്യമായിരുന്നു. മരണം കഴിഞ്ഞ് എന്തുവാ? മരണം കഴിഞ്ഞ് എന്താന്ന് പഠിപ്പിക്കുന്നൊരു പുസ്തകമാ ബൈബിൾ. ഒരാമയും വരുന്നില്ല. ഇവിടെ സത്യത്തിൽ ജീവിക്കുന്ന എന്തിനാ? ദൈവത്തോടൊപ്പം കോടാനുകോടി വർഷം ജീവിക്കാൻ. ഞാൻ ഇന്നലെ ചോദിച്ചു, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്കാൻ പറഞ്ഞപ്പം ഇവിടെയുള്ള മുഴുവൻ പേരും കൈപൊക്കി. ഇനി ആര് പോവും ആര് പോകത്തില്ലെന്നാ ഇന്ന് രാത്രി പറയാൻ പോകുന്നു. അതിനു മുമ്പ് കർത്താവിൻ്റെ വരവിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇച്ചിരി കാര്യം പറഞ്ഞച്ച് ഈ ദൂതിലോട്ട് വരാം. ഒരാൾ മരിച്ചാൽ വിതിൻ സെക്കൻഡുകൾക്കകം, ഭക്തനാണെങ്കിൽ ദൈവത്തിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ്, കാര്യം സ്വർഗവും നരകവും ഓപ്പൺ ആയിട്ടില്ല, വിശ്രമ സ്ഥലവും യാതനാ സ്ഥലവും ഓപ്പണാണ്. ഒരാൾ മരിച്ചാൽ വിതിൻ സെക്കൻഡുകൾക്കകം, ഭക്തനാണെങ്കിൽ ദൈവത്തിൻ്റെ റെസ്റ്റിംഗ് പ്ലേസിലും ദുഷ്ടനാണെങ്കിൽ യാതനാ സ്ഥലത്തും ചെല്ലും. ചിലർ പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ അന്നൊന്നും പോകത്തില്ല, ഒരു 4-5 ദിവസം പ്രാർത്ഥന നടത്തി വേണം നമുക്കിതിനെ മേളിക്കയറ്റാൻ. ഇനി അങ്ങനെ വല്ലതും ആണെങ്കിൽ ഞാൻ ചുമ്മാ ചോദിക്കുക, ട്രിവാൻഡ്രം ജില്ലയിൽ ഒരു ദിവസം എത്ര പേര് ചാവുന്നുണ്ട്? ഈ ചാവുന്നവരല്ലേ ആകാശത്തോട് ഈ ഹെലികോപ്റ്റർ പോകുന്ന പോലെ പറക്കുവാന്നേ. ചിന്നമ്മ ഇങ്ങനെ പോകുന്നു, പാപ്പച്ച ആകാശത്ത് കൂട്ട ഇടി നടക്കും. മണ്ടത്തരം പറയല്ലേ. ദൈവം സർവജ്ഞാനിയ, ദൈവം സർവവ്യാപിയ, ദൈവം സർവശക്തനാ. ഒരാൾ മരിച്ചാൽ വിതിൻ സെക്കൻഡുകൾക്കകം അവൻ്റെ ആത്മാവ് ഒന്നുകിൽ വിശ്രമ സ്ഥലത്ത് ചെല്ലും, അല്ലെങ്കിൽ യാതന സ്ഥലത്ത് ചെല്ലും. ഇനി ചിലരൊക്കെ വിശ്വാസത്തിൽ വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്, മരിച്ചാൽ എവിടെ അടക്കും? അടക്കത്തിന് പ്രാധാന്യതയില്ല, ഒടുക്കത്തിനാ പ്രാധാന്യത. മനസ്സിലായില്ല? സ്തോത്രം. ചിലർ പറയും അപ്പൻ്റെ കല്ലറ കിടക്കണം, കാകള ഊതുമ്പോൾ പൊങ്ങിയില്ലേ. അപ്പച്ചൻ്റെ കല്ലറയിലോ അമ്മച്ചിയുടെ കല്ലറ കിടന്നിട്ട് ഒരു കാര്യവുമില്ല. കാകള ഊതുമ്പോൾ പൊങ്ങിയില്ലെങ്കിൽ വലിയ പ്രോബ്ലമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം അവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ റെസ്റ്റിംഗ് പ്ലേസിൽ പോകും. ഇനി തെസ്സലോനിക്കയിലെത്തി പൗലോസ് പറയാ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അടുത്ത പദം കേട്ടോ, ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. അതെന്തിനാ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കുന്നേ? പറയാം. സ്തോത്രം. യേശു ക്രിസ്തു ആണ് ബൈബിൾ പറയുമ്പം ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തു എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ അതുപോലെ വേണം നാം ഉയർത്തെഴുന്നേക്കാൻ. പൗലോസ് പറയുകയാണ്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് തന്നെ നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. അപ്പം നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതൊരു 3 അന്യഭാഷയിൽ നിൽക്കുന്നതല്ല, മറിച്ചത് മനസ്സിലാക്കണം. നമ്മുടെ പുനരുത്ഥാനം ബൈബിളിൽ വെച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, കണ്ണിമയ്ക്കുന്നതിനിടയിലാണ്. സ്തോത്രം. ഞാൻ അവിടോട്ടൊക്കെ വരാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. അപ്പം യേശു
കല്ലറയെന്ന് ഉയർത്ത പോലെ നമ്മൾ നമ്മളെ അടക്കിയ സ്ഥലത്തുനിന്ന് ഉയർത്തെഴുന്നേക്കണം. അടുത്ത പദം, പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നത് ഈ ശരീരത്തോടല്ല, പുനരുത്ഥാന ശരീരത്തോടാണ്. ഞാൻ ചെറിയൊരു ചിത്രം തരുക, എല്ലാം പറയത്തില്ല. എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. പാസ്റ്റർമാർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, അല്ല നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് മനസ്സിലാകുന്ന ഒരു ഭാഷയെ പറയാം. 7 വർഷം പിന്നെ സ്വർഗത്തിൽ പ്രതിഫല വിഭജനമാണ്. പക്ഷെ അവിടെ ചെന്നാലേ എന്തോ ഉണ്ടാവത്തുള്ളൂ. അവിടെ ചെന്നാലേ ഈ ആരൊക്കെ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ബൈബിളിലുണ്ട്. ആരൊക്കെ? അതിപ്പോൾ പറഞ്ഞ മൊത്തം സ്വോത്രം പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. ആരൊക്കെ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ബൈബിളിലുണ്ട്. 2-3 കൂട്ടരുടെ കാര്യം പറയാം, അല്ലയോ? സ്വർഗത്തിൽ പോകാത്ത ആരെ അറിയണ്ടായോ? മോളെ ബൈബിൾ എടുക്ക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 2-3 വാക്യങ്ങൾ. സ്തോത്രം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ നോക്കണം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. എന്തുവാ ഈ ശിശു? ഈ നമ്മുടെ പിള്ളേരെ എന്തേലും ഒരു കാര്യത്തിന് വാശി പിടിച്ചാൽ ആദ്യമൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ വാശി പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? വാങ്ങിച്ച് കൊടുക്കുവോ? അയ്യോ, നിങ്ങളും മിണ്ടുന്നില്ലല്ലോ. കൊടുക്കുവോ? ഇല്ല. നമ്മൾ എന്നെന്തറിയാം, ചൂരവടി എടുത്ത് 2 അടി അങ്ങോട്ട് കൊടുക്കും. അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞ് മൂക്കളെല്ലാം ഒലിപ്പിച്ച് കരഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കും. നമ്മൾ അപ്പുറത്ത് ചെന്ന് ബൈക്ക് എടുക്കുമ്പം അവൾ പുറകെ കൂടെ വന്നാലും ഡാഡാ 2 മഞ്ച്, ഇത്രയേ ഉള്ളൂ കൊച്ച്. അല്ലാതെ നിൻ്റെ കൂടെ 33 കൊല്ലമായിട്ട് മിണ്ടാതിരിക്കുകയല്ല. നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലായാൽ സ്വർഗരാജ്യത്തിൽ കടക്കും. വാശിയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, കോപമില്ലാത്ത, വെല്ലുവിളിയില്ലാത്ത ഒരു ശിശുവിൻ്റെ ഹൃദയം ആരേറ്റെടുക്കുന്നോ അവനാ സ്വർഗത്തിൽ പോകുന്നേ. മനസ്സിലായോ? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. ഇനി ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇനി ആര് പോകത്തില്ല? ഇപ്പൊ സ്തോത്രം മൊത്തം പോവേ. മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 24-ാം വാക്യം. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. സ്തോത്രം. മുകളിലുള്ള വാക്യമൊക്കെ വായിച്ചു നോക്കണം. ഒരുത്തൻ വന്ന് ചോദിച്ചു, കർത്താവേ, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്തോ ചെയ്യണം? അപ്പോൾ പറഞ്ഞു, ന്യായപ്രമാണം പറയുന്നത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതിലും ചെറുപ്പം മുതലേ ചെയ്യുവാന്ന് പറഞ്ഞു. അന്നേരം കർത്താവ് പറഞ്ഞു, ഒരു കുറവുണ്ട്, നിനക്കുള്ളത് വസ്തു വിറ്റേച്ച് പാവങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞു. സ്തോത്രം. അവൻ വിട്ടേച്ച് പോയി കളഞ്ഞു. കർത്താവ് പറയാ, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അതിനെക്കാട്ടി എളുപ്പമാണ് ഒട്ടകം സൂചിക്കുള്ളിലൂടെ കടക്കുന്നത്. ഉടനെ ശിഷ്യന്മാര് കർത്താവ് ഇത് പറഞ്ഞപ്പോൾ ചോദിച്ചു, അങ്ങനാന്നേ സ്വർഗത്തിൽ കടക്കാൻ ആർക്ക് കഴിയും? കർത്താവ് വിവരിച്ചു കൊടുക്കുക, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ
സ്വർഗത്തിൽ കടക്കത്തില്ല. സമ്പത്ത് ജീവിക്കാൻ വേണ്ടേ? പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിച്ച് പ്രൈസിലോട് പറഞ്ഞാൽ മതിയോ? അവിടെ ജോലിക്ക് കിട്ടും. ഹോട്ടലിൽ ചെന്ന് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് പ്രൈസിലോട് പറഞ്ഞാൽ മതിയോ? 3 ആഴ്ച അവിടെ ജോലി കിട്ടും. എന്തിനാ? കഴിച്ച ഫുഡിന് പൈസ പിടിക്കാൻ. ഭൂമി പണം വേണം, പക്ഷെ പണം ദൈവമാകരുത്. ദൈവം എപ്പോഴും ദൈവമാണ്. സമ്പത്തിൽ ആശ്രയിക്കരുത്. ഇനി ഗലാത്യ ലേഖനം എന്നാലും വായിച്ച് കേൾപ്പിക്കണം കേട്ടോ. ശ്രദ്ധിക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 ഇതൂടെ വായിക്കത്തുള്ളൂ. എന്നിട്ട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. 5:19. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുക. ഈ ലിസ്റ്റിലുള്ള ഒരുത്തര് പോലും സ്വർഗ്ഗത്തിൽ പോകും. ഭയങ്കര മൗനത ഇവിടെ ഉണ്ടായി. ഒരു മദ്യപാനി ചർച്ചിലുണ്ടെങ്കിൽ നമ്മൾ കത്രുമേശ എടുക്കുമ്പം പറയും, മദ്യപിക്കുന്ന ആരും തിരുമേശ എടുക്കരുത്. എന്നാൽ അതേ ലിസ്റ്റിലാണ് പകയും പിണക്കും. ആരെങ്കിലും പറയുമോ പാസ്റ്റർമാർ, എന്നാൽ പകയുള്ളവരാരും ഇന്ന് തിരുമേശ എടുക്കരുതെന്ന്? അത് കുഴപ്പമില്ലെന്നാ ആരാ പറഞ്ഞു? മൊത്തം കുഴപ്പമാണ്. അപ്പൊ സ്വർഗം അത്ര പരിശുദ്ധമാണ്. അവിടെ എത്തണമെങ്കിൽ നമ്മളിൽ വലിയ ശുദ്ധീകരണം നടക്കണം. കാര്യം ലഭിക്കാൻ പോകുന്നത് അത്ര ശ്രേഷ്ഠമാണ്. ഈ ലഭിക്കാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കണം. പിന്നെ ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. 7 വർഷം സ്വർഗത്തിലാണ്. അന്നേരം 7 വർഷം ഭൂമി മനുഷ്യനുണ്ട്. ഈ 7 വർഷം അന്തിക്രിസ്തുവിന്റെ ഭരണം തുടങ്ങുമ്പോൾ ആൾക്കാർ പറയും സൂപ്പർ ഭരണമാണ്. പക്ഷെ 3.5 വർഷത്തിങ്കൽ ഉടമ്പടി ലംഘിക്കും. അന്ന് മനുഷ്യൻ മരണം കൊതിക്കും. സ്തോത്രം. ഒരുത്തന്റെ കഴുത്തറത്തിട്ട് ചാകാതെ കിടക്കും. ഇടയ്ക്കത്തെ യുദ്ധങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഗോഗ് മാഗോഗ് യുദ്ധം, ഹർമഹദയും യുദ്ധമൊക്കെ ഈ ചരിത്രത്തിനകത്ത് കയറി വരുന്നുണ്ട്. ഈ 7 വർഷം സ്വർഗത്തിൽ പ്രതിഫല വിഭജന. ഈ കൺവെൻഷൻ നടത്തിയവർക്കൊക്കെ മേളിൽ ചെല്ലുമ്പോൾ പ്രതിഫലം ചെല്ലണം. പ്രസംഗിക്കാൻ വന്ന് എനിക്ക് മേളിൽ ചെല്ലുമ്പോൾ ഉണ്ട്, പക്ഷെ ചെല്ലണം. അതുകൊണ്ട് എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ ലാമിയും പറഞ്ഞു, ചെന്നാലേ കിട്ടൂ. ഞാൻ പ്രസംഗിച്ചു, പുള്ളി പാട്ട് പാടി, നമ്മൾ രണ്ടും ചെന്നാ കിട്ടും. ചെന്നില്ലല്ലോ. ഇനി ഇന്നലെയും പുള്ളിക്കാരൻ്റെ കാര്യം എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ആത്മാവിലായി. നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒറ്റയൊരുത്തരും വേണ്ടിയില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇനി സ്വർഗത്തിൽ പോയില്ലല്ലോ, പിന്നെ അങ്ങോട്ടാ പോകുന്നേ? നരകത്തിലോട്ടാ. നരകം എന്തുവാ? ഈ നരകം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ പിടിച്ച് ഒന്നിച്ചിടുകയല്ല, പല സെല്ല. ഒരു സെല്ല് പറയാം, കരച്ചിലും പല്ലുകടിയുള്ള സെല്ല്. കുറെ നേരം കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പോഴേ ചിലർ പല്ലുകടിക്ക് ട്രെയിനിങ് എടുക്കുന്നുണ്ടോ? അങ്ങോട്ട് പോകാനാ. കരച്ചിലും ഈ വീട്ടുകാർ ഈ ഗ്രൗണ്ട് വാങ്ങി ഇതിനകത്ത് ലക്ഷങ്ങൾ മുടക്കി സുവിശേഷം നടത്തുന്ന എന്തിനാ? നിന്റെ നരകം ക്യാൻസലായി നിന്നെ സ്വർഗത്തിൽ കയറാനാ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അപ്പൊ കരച്ചിലും പല്ലുകടി, ട്രം അടിച്ച് പാട്ട് പാടുന്നോണ്ടിരിക്കും. പിന്നെ വേറൊരു സ്ഥലമുണ്ട്, യെശയ്യാ പ്രവചനം 14-ാം അധ്യായം ഒന്നെടുത്ത് 9 മുതലൊക്കെ ആണെന്നാ തോന്നുന്നേ. യെശയ്യാ 14.
നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം. അതിന് ഒരു വാക്യം കൂടെ മേളി വായിച്ചു. സരള വൃക്ഷങ്ങളും. അല്ല 9 മുതൽ വായിക്കും. നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം. ഇതൊരു ദുഷ്ടന്റെ വരവിനെ കുറിച്ചാണ്. ഒരു ദുഷ്ടന്റെ വരവിൽ അവനെ എതിരേൽക്കാൻ പാതാളം ഒരുങ്ങുമെങ്കിൽ ഒരു ഭക്തന്റെ വരവിൽ അവനെ എതിരേൽക്കാൻ സ്വർഗം ഒരുങ്ങുമെന്ന് മനസ്സിലായോ? നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ കീഴെ പാതാളം ഒരുങ്ങും. പിന്നെ നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു, അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ. പ്രേതമൊക്കെ അവിടെ ഉണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് അവിടെ ചെന്നാൽ കാണാം. പിന്നെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ അവരൊക്കെയും നിന്നോട് നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ കൺവെൻഷന് വന്ന ഒരാള് നരകത്തിൽ ചെന്നു. ഈ കൺവെൻഷൻ വരാത്തൊരു നാട്ടുകാരൻ ആദ്യം നരകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കൺവെൻഷന് വന്ന ആൾ ചെന്നേ. അപ്പോൾ ഇയാൾ ചോദിക്കുക, അയ്യോ അച്ഛാനും ബൈബിളും കൊണ്ട് പോയിട്ട് ഇങ്ങ് വന്നല്ലോ, നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ? പിന്നെ നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. നിന്റെ ആഡംബരവും ആഡംബരക്കാർക്കാ. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ ഈ മെത്തയില്ലെന്ന് വിചാരിച്ച് ആരും നരകത്തിൽ പോകാതിരിക്കണ്ട. മെത്തയുണ്ട്. 5000 പുഴുവിനെ കൊരുത്ത് ഒരു മെത്ത. ഡള്ളപ്പ് പോലെ അങ്ങോട്ടിട്ടാൽ 8 വട്ടം പൊങ്ങിത്താഴും. കമ്പിളിയുണ്ട് വൈര്. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായി. യൂറോപ്യൻ സെറ്റപ്പ് ആയോണ്ടായി കൃമിയെ കാണാത്ത. അങ്ങനെ 5000 കൃമിയെ പിടിച്ചൊരു പുതപ്പാണ്. ഇവിടെ ഇരുന്ന് കോട്ടുക വിടുന്ന പോലെ അവിടെ വാ തുറന്ന ഇടിയപ്പത്തിന്റെ പീര പോകുന്ന പോലെ പോകും വായിലോട്ട്. മനസ്സിലായോ വല്ലോ? ഞങ്ങൾ ഈ കണ്ടക്ഷോഭം ചെയ്യുന്നതല്ല എന്തിനാന്നറിയാമോ? നിന്റെ നരകയാത്ര അവസാനിക്കാനാ. പാപം നിന്നെ നരകത്തിലെത്തിക്കുമ്പോൾ യേശു നിന്നെ സ്വർഗത്തിലെത്തിക്കും. പിന്നെ വേറൊരു സെല്ല, ഇങ്ങനെ ആ സെല്ലെല്ലാം കൂടെ പറഞ്ഞു പോയാൽ ഇന്ന് നരകം മാത്രമേ പറയാൻ പറ്റൂ, സ്വർഗം പറയാൻ പോവുക. വേറൊരു സ്ഥല തീ കൊണ്ട് ഉപ്പിടുന്ന സ്ഥലം. അത് മത്തായി സുവിശേഷത്തിലാണ്, വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു പോവുക. കുറേ മീൻ പറക്കിയിട്ട് ഒരു ചാക്ക് ഉപ്പ് പൊട്ടിച്ചിടുന്ന പോലെ കുറേ പേരെ പിടിച്ചിട്ടിട്ട് തീ മണ്ടയ്ക്ക് വാരിയിടും. യെശയ്യാവ് പറയുന്നുണ്ട്, നീ സ്വർഗത്തിൽ ചെന്നിട്ട് നരകത്തിൽ ചെല്ലുമ്പോൾ ഇവരെ കാണുമ്പോൾ അറപ്പാകുമെന്ന്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. നരകം ഞാൻ അവിടെ നിർത്തുക. ഈ 7 വർഷം സ്വർഗത്തിൽ പ്രതിഫല വിഭജനമാണ്. ഒരാളോട് സുവിശേഷം പറഞ്ഞവർക്ക് വീട് പെയിന്റ് അടിച്ചവർക്കില്ല. ഒരാളെ യേശുവിൽ കൊണ്ടുവന്നവർക്ക്, കൺവെൻഷൻ നടത്തിയവർക്ക്, പോസ്റ്റർ ഒട്ടിച്ചവർക്കുണ്ട് കേട്ടോ. അതിന് പെട്രോൾ അടിച്ചു കൊടുത്തവർക്ക്, കഴിക്കാൻ ദോശ വാങ്ങിച്ചു കൊടുത്തവർക്ക് ഒക്കെ പ്രതിഫല. മിണ്ടുന്നില്ല. ഇനിയും പ്രതിഫലം കിട്ടുന്ന വല്ലതൊക്കെ ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കണം. ചുമ്മാ രാവിലെ 2 ചപ്പാത്തിയും ഉച്ചയ്ക്ക് ചില ചോറും വൈകിട്ടിലെ ബിരിയാണിയും കഴിച്ചിട്ട് ഉറങ്ങുന്ന ഒരു മിഷനാകല്ല, മനുഷ്യനായിട്ട് ജീവിക്കണം. നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കണം. ഈ 7 വർഷം കഴിയുമ്പോൾ കർത്താവ് സഭയും കൂടെ ഒലിവുമലയിലേക്ക് വരും. പാട്ടുകാരൊക്കെ പാടുന്നില്ലേ, ഒലിവുമല ഒലിങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. യേശു വന്ന് ഒലിവുമല ചവിട്ടുമ്പോൾ ഒലിവുമല 2ആയി പിളരും. പഴയ പാമ്പായ പിശാചിനെ പിടിച്ച് ചങ്ങലക്കിട്ട് 1000 ആണ്ടേക്ക് നരകത്തിലേക്കിട്ട് നരകം യേശു ഉദ്ഘാടനം ചെയ്യും. എന്നിട്ട് നേരെ പോകുന്ന യെരൂശലേമിന്റെ കിഴക്കേ വാതിലേക്കാണ്. ആ യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ ചരിത്രപ്രകാരം ദൂതന്മാർ വാതിൽ അടച്ചിട്ടിട്ട് അവിടെ ഉണ്ട്. അത് കണ്ടുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ 24 സങ്കീർത്തനം ചമച്ചത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ,
ഉടനെ യെരൂശലേമിന്റെ കിഴക്കേ വാതിലിൽ നിൽക്കുന്ന ദൂതൻ ചോദിക്കും, ജീസസ്, ആരാണ് മഹത്വത്തിന്റെ രാജാവ്? ഉടനെ യേശുവിനുള്ള ദൂതൻ പറഞ്ഞു, ബലവാനും വീരനുമായ യഹോവ തന്നെ. അങ്ങനെ യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ തുറന്ന് അങ്ങോട്ട് കയറി 1000 ആണ്ട് നാം ഈ ഭൂമിയെ ഭരിക്കും. 1000 ആണ്ട് കഴിയുമ്പം ഈ ഭൂമി അഗ്നി കൊണ്ട് കഴുകിയിട്ട് യേശു സ്വർഗത്തിൽ ഒരു വീട് പണിതുകൊണ്ടിരിക്കുക. ആ വീടിന് ബൈബിളിൽ പേരുണ്ട്, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ഗ്ലോറി ടു ഗോഡ്. അത് സ്വർഗത്തിൽ പണിതുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ നീളം വെളിപ്പാട് പുസ്തകത്തിലുണ്ട് 1200 മൈൽ നീളം, 1200 മൈൽ വീതി, 1200 മൈൽ ഉയരം. കന്യാകുമാരി മുതൽ ഡൽഹി വരെ നീളം, കന്യാകുമാരി മുതൽ ഡൽഹി വരെ ഉയരം, കന്യാകുമാരി മുതൽ ഡൽഹി വരെ വീതിയുള്ളൊരു മണി സൗധം സ്വർഗത്തിൽ പണിയുക. തുപ്പട്ടി പോലെ അത് താപ്പോട്ടിറക്കി വെക്കും. അതിന് ചുറ്റും ഒരു റോഡ് പണിയും. അതിന് ചുറ്റും 12 രത്നങ്ങൾ കൊണ്ട് കല്ല് വെക്കും. ഒരു കല്ലൊക്കെ 500 മൈൽ നീളം കാണും. ഖത്തറിലൊക്കെ ഒരു കല്ലെടുത്ത് വെച്ച അപ്പുറം ഇപ്പുറം കിടക്കും. അതിന് 12 ഗോപുരം, 12 മുത്ത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈബിൾ പറയുന്നു, ന്യായാധിപ സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്കയിലേക്ക് തള്ളി, പേരുള്ളവനെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കയറ്റുക. അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അവിടെ പ്രകാശം കുഞ്ഞാടാണ്. ഓ, തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി 6 അടി മണ്ണിൽ തീരുകയല്ല. ഓ, യേശു വരാറായി. ദേശമേ, യേശു വരാറായി. ദേശമേ, പാപം വിടൂ, യേശു വരാറായി. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഓ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മി, നമുക്ക് നടക്കാൻ അവിടെ എഴുതിയേക്കുന്ന റോഡ് എന്താണെന്നറിയാമോ? സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്കത്തെരിവീതി. എന്നെ നോക്കി, ഇവിടുത്തെ 80 വർഷം ഇത്ര അടിപൊളിയാണ്. 800 കോടി വർഷം, അതിന് കണക്കില്ല. കോടി വർഷം എൻ്റെ ദൈവത്തോടുള്ള വാസം. ഓ, ഗ്ലോറി ടു ഗോഡ്. 80 വർഷം സത്യത്തിൽ നടന്നാൽ, 80 വർഷം ദൈവത്തിന് സ്തോത്രം യേശു ക്രിസ്തുവിൽ ജീവിച്ചാൽ, 80 വർഷം യേശുവിന്റെ ജീവനിൽ ജീവിച്ചാൽ, പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്, നിന്നെ ചേർക്കാൻ യേശു വരികയാ. ഓ, യേശുവിന്റെ നാമത്തില് നിങ്ങൾക്കറിയാമോ, രക്ഷിക്കപ്പെട്ടവന്റെ ശവമടക്ക് കണ്ടാൽ രക്ഷിക്കപ്പെടാത്തവൻ രക്ഷിക്കപ്പെടും. അതിന്റെ കാരണം എന്താ? സ്തോത്രം. പ്രത്യാശയുള്ളവർ ഒരു മനുഷ്യനെ അടക്കുമ്പോൾ, ഗ്ലോറി, അമ്മി, അടക്കുന്നവന്റെ, ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ചില സാക്ഷ്യങ്ങളൊക്കെ കേൾക്കണം. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യ ടാറ്റ പറഞ്ഞു വിടുക, അച്ഛാ കാണാം. അല്ലാതെ അവിടെ അലമുറയല്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചെല്ലോട് പറയാം, നിന്റെ അകത്ത് പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാ. ഒരു രോഗം വന്ന് നീ മരിച്ചേക്കാം, പ്രശ്നമുണ്ടായി നീ മരിച്ചേക്കാം. പക്ഷെ മരണം ഒരു ദൈവത്തിന് അവസാനമല്ല. നിന്റെ ദൈവത്തോടൊത്തൊരു വാസമുണ്ട്. ഓ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ജീസസ്. ഈ ഭൂമി താമസിക്കുമ്പോൾ നമുക്ക് വീട് വേണം. ഈ ഭൂമി താമസിക്കുമ്പോൾ നമുക്ക് സഞ്ചരിക്കാൻ കാറ് വേണം. നമുക്കെല്ലാം വേണം. പക്ഷെ ഇതിനേക്കാൾ വലിയ ഡിപ്പോസിറ്റ് നമുക്ക് സ്വർഗത്തിലാണ്. കാരണം നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുകയാണ്. ഓ, തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി യേശു പറയുക, പിതാവിന്റെ രാജ്യത്തിലേക്ക് ഒരേ ഒരു വഴി, അത് ഞാനാണ്. ഓ, ബൈബിൾ പറയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ. ഓ, ഇന്നലെ രാത്രി ഞാൻ തുള്ളിച്ചാടി അവിടുന്ന് പോയേ. 1045 പേരാ സ്നാനമേൽക്കാൻ തീരുമാനിച്ചേ. 1075 പേരാ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചേ. ഇവിടം തൊട്ട് എന്റെ വീട് വരെ ഞാൻ തുള്ളിച്ചാടി. ഓ, അത് 10 കോടി രൂപ കിട്ടുന്നതിനേക്കാൾ വലുതാണ് ഒരാത്മാവിന്റെ രക്ഷ. ഓ,
ഇന്ന് രാത്രി യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്റെ മർത്യ ശരീരം. ഓ, മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഇനി ഒരു ആത്മീയ ദൂതൂടെ പറയാം. റോമാലേഖനത്തിൽ പൗലോസ് പറയാ, യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേ, നിങ്ങൾ ഈ പന്തലിന് വെളിയിലോട്ട് പോയി ആകാശത്തോട്ട് നോക്ക. 9,30,00,000 മൈൽ അപ്പുറത്ത സൂര്യൻ, ചന്ദ്രന് ചൂടടുത്ത, ഭൂമിക്ക് അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അവിടെ ദൂരം 26,00,000,000,000 മൈല. ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ എത്താൻ ഒരു സാധാരണ റോക്കറ്റ് കത്തിച്ചു വിട്ടാൽ 14,000 കൊല്ലം എടുക്കും. അതിഭയങ്കര പവറുള്ള റോക്കറ്റ് കത്തിച്ചു വിട്ടാൽ തന്നെ 100 കണക്കിന് വർഷങ്ങൾ എടുക്കും. പക്ഷേ അതിൻ്റെ മീതെയുള്ള സ്വർഗത്തിൽ പോകാൻ നിനക്ക് വെച്ചേക്കുന്ന സമയം കണ്ണിമയ്ക്കുന്നതിനിടയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി തിരിച്ചറിയണം, യാതൊരു ദുഷ്ടന്റെ പ്രയോഗവും നിനക്ക് ഫലിക്കുകയല്ല. നിനക്ക് വിരോധമായി Glory to God. ഈ രാത്രി മഹത്വം ഇവിടെ ഇറങ്ങുകയാ. ഓ, ഇന്ന് രാത്രി പ്രത്യാശ അലവല്ലുകയാ. ഓ, ഞാനാകുന്ന വഴിയിലൂടെ, ഞാനാകുന്ന സത്യം. ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ, ഇന്ന് രാത്രി ഇവിടെ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം പറയാൻ പറ്റുന്ന ഒരു സ്തോത്രം പറഞ്ഞേ. പ്രത്യാശയുള്ള ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഇതിനകത്തൊരു അഭിഷേകം ആളി കത്തുകയാ. ഇതിനകത്തൊരു കൃപയാളി കത്തുക. യെസ്. ഓ, ചിലരോട് ഹോളി സ്പിരിറ്റ് പറയുക, ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ യേശു ചെയ്യട്ടെ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ്. പ്രത്യാശയുള്ള ഒരു അല്പനിമിഷം ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. കൈ അടിക്കണേ, കൈ അടിച്ച്, കൈ ഉയർത്തണേ, കൈ ഉയർത്തി. യെസ്. ഓ, റബല ഹസി. ഓ, ജീസസ്. യേശു പറയാ, മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും കള്ളൻ വന്നു, എന്നാൽ ഞാൻ വന്നത് ജീവൻ പകരാനാ. കൃപ, കൃപ. ആര് നിന്നെ തളച്ചിട്ടോ, ആര് നിന്നെ ബന്ധിച്ചിട്ടോ, അവന് നിന്നെ ബന്ധിക്കാൻ പറ്റുകയില്ല. കാര്യം നിന്നിൽ വ്യാപരിക്കുന്നത് പുനരുത്ഥാന ശക്തിയാ. ഓ, റബല ഹതിരിബിഗുണ്ട. കണ്ടോ, നിന്റെ മൺകൂടാരത്തിൽ സാധാരണ കവിഞ്ഞൊരു അഭിഷേകം. ഓ, കൃപ, കൃപ. ആരുടെയൊക്കെ അകത്ത് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. നീ രക്ഷിക്കപ്പെട്ടത് വെറുതെ അല്ല, നീ സ്നാനപ്പെട്ടത് വെറുതെ അല്ല, അഭിഷേകം പ്രാപിച്ചത് വെറുതെ അല്ല. എന്റെ യേശു വരുന്നു. ഓ, ഓ, ജീസസ്, ജീസസ്. തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. ഇവിടെ പാസ്റ്റർ പറഞ്ഞു, അടുത്ത വർഷം ഇതേ വീട്ടുകാര് കൺവെൻഷൻ നടത്തണമെന്ന്. ഞാനും ഏറ്റു പറഞ്ഞു. പക്ഷെ ഞങ്ങൾ രണ്ടും കൂടെ പറയുക, അടുത്ത വർഷം കൺവെൻഷൻ നടക്കുമെന്ന് അറിയത്തില്ല. അതിനു മുമ്പേ പ്രിയം വരാൻ പോകുന്നു. അതുപോലെ പ്രത്യാശ. ഓ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ. ഈ രാത്രി യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ്, ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒറ്റ കാര്യം ഞാൻ പറയാം. സത്യമല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഇവിടെ കാണുന്നു. ഞാൻ എഴുന്നേൽപ്പിക്കുകയോ വിരൽ ചൂണ്ടുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് നീ തീരുമാനമെടുക്കണം. ഇനി ആ വളഞ്ഞ വഴി എനിക്ക് വേണ്ട, സത്യം വിട്ടുള്ള വഴി വേണ്ട. ഇനി ഞാൻ ആ തെറ്റ് ചെയ്യത്തില്ല. എൻ്റെ സ്വർഗരാജ്യം നഷ്ടപ്പെടാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഇനിയും വിശുദ്ധനാകാൻ പോവുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ. എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിന്നെ മുടിക്കുന്ന ശക്തി ഒരു സൈഡില്, നിന്നെ അറക്കുന്ന ശക്തി മറ്റൊരു സൈഡില്, നിന്നെ മോഷ്ടിക്കുന്ന ശക്തി വേറൊരു സൈഡില്. യേശു പറയാ, അത് നീ പേടിക്കണ്ട, ഞാൻ ജീവൻ. ഓ, കൃപ, 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 കൃപ. ഇതിനകത്ത് ശക്തമായ ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. ഇന്ന് രാത്രി പ്രത്യാശയോടെ വേണം യോഗം നിർത്താൻ.
എൻ്റെ കർത്താവ് ഇന്ന് രാത്രി വന്നാല്, എൻ്റെ കർത്താവ് നാളെ വന്നാല്, ഒരുപക്ഷെ അടുത്ത വർഷം കൺവെൻഷൻ ഉണ്ടായിരിക്കാം, അതുവരെ ലേറ്റ് ആയാലും എൻ്റെ യേശു വരാൻ പോകുകയാ. ഒന്ന് രണ്ട് മിനിറ്റുകൾ പ്രാർത്ഥിച്ചേ. എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരുന്നു. നിന്നെ നശിപ്പിക്കാൻ എഴുന്നേറ്റ ശക്തികൾ ഇന്ന് രാത്രി, പ്രബല ശക്തികൾ ഇന്ന് രാത്രി ബന്ധിക്കപ്പെടുക, ബന്ധിക്കപ്പെടുക. യേശുവിന്റെ നാമത്തിൽ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ആർക്കും കൊള്ള ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ദേശത്തിന്റെ ബലവാൻ, കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ബലവാൻ, പിശാചിന്റെ പ്രവർത്തികൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാ. കണ്ടോ കണ്ടോ കണ്ടോ? ആളിക്കത്തുന്ന ദൈവകൃപ, പുറത്ത് പെയ്തതിനേക്കാൾ വലിയ മഴ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുക. ഇത് അക്ഷരീക മഴയാ. കൃപ 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 കൃപ. ഇന്ന് രാത്രി പന്തലിൽ അഭിഷേകം വ്യാപരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളെ നോക്കാതെ അല്പനിമിഷം തേജോസ്മയനായ ദൈവം ഇതിനകത്തോടെ ഇറങ്ങി നടക്കുക. ഇന്ന് രാത്രി പുനരുത്ഥാന ശക്തി. എനിക്ക് കാണാം മോഷ്ടിക്കുന്ന കരങ്ങൾ ഇന്ന് രാത്രി ബന്ധിക്കപ്പെടുക. നിന്നെ നമ്മി മുടിക്കുന്ന കരങ്ങൾ. ചില കുടുംബങ്ങളിൽ നിന്ന് ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി ഇറങ്ങി ഓടുക. നീ ഇനി അനുഭവിക്കാൻ പോവുക. യേശു വരുന്നു നിന്നെ ചേർക്കാൻ. കണ്ടോ കണ്ടോ? അകത്തളത്തിൽ പ്രത്യാശ. നിന്റെ വീടിനെ നശിപ്പിച്ച ശക്തി എന്തോ കൃപ വ്യാപരിക്കുക. ഈ മീറ്റിംഗ് തീരുന്നത് കരഞ്ഞോണ്ടല്ല, പ്രത്യാശയോടാ, പ്രത്യാശയോടാ. ഇന്ന് രാത്രി ജീവനുള്ള പ്രത്യാശ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പിശാച് വിചാരിച്ചു നീ മിണ്ടാതിരിക്കുമെന്ന്. അമ്മ അല്ല, ഇത് മൗനതയുടെ രാത്രിയല്ല, ഇത് വിജയ. ഗ്ലോറി. കണ്ടോ ആ പുനരുത്ഥാന ശക്തി പ്രാർത്ഥിക്കുന്ന നിന്റെ മൺകൂടാരത്തിൽ ഇന്ന് രാത്രി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ രാത്രി മഹത്വം ഇറങ്ങുക. ചിലരുടെ പേര് നരകത്തിൽ നിന്ന് വെട്ടാൻ പോവാ. നീ അങ്ങോട്ട് പോകത്തില്ല. യേശു നിന്നെ ചേർക്കാൻ വരികയാ. യാഗം കഴിച്ചു നിയമം ചെയ്ത വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂടുവീൻ. നിങ്ങൾക്കറിയാമോ, എന്നും പ്രാർത്ഥന കഴിഞ്ഞ് പിരിയുമ്പം ദൈവദാസന്മാരൊരു ആശീർവാദം പറയും. ആശീർവാദത്തിന്റെ അനുഗ്രഹം. ഒടുവിൽ അവര് പറയുന്നൊരു ഭാഗമുണ്ട്. ആമീൻ കർത്താവായ യേശുവേ, വേഗം വന്ന് ഞങ്ങളെ ചേർക്കണേ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മരിക്കുന്നിടം വരെ ഈ പ്രത്യാശ നിന്റെ അകത്ത് വേണം. ഒരു മന്ത്രവാദിക്ക് നിന്നെ ബന്ധിക്കാൻ പറ്റുകയില്ല. ഒരു ആഭിചാരകന് നിന്നെ ബന്ധിക്കാൻ പറ്റുകയില്ല. ഒരു നേർച്ച കാഴ്ചകൾക്കും. ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്നത് പുനരുത്ഥാന ശക്തിയാണ്. നമ്മൾ ഇനി എഴുന്നേക്കാൻ പോവാ. ഒറ്റ പ്രാവശ്യം കൂടെ യേശു പറയുക, ഞാനാ വഴി, ഞാനാ സത്യം, ഞാനാ ജീവൻ. നിനക്ക് പിതാവിൻ്റെ അടുക്ക പോണോ?
ഞാനും പിതാവ് ഒന്ന. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഓ ജീസസ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കണ്ട, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഗ്ലോറി. യേശു പറയാ, ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെയും ഇരുത്തേണ്ടതിന്. ഗ്ലോറി ടു ഗോഡ്. ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം, കോപങ്ങൾ വിടാം, പിണക്കങ്ങൾ വിടാം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പുനരുത്ഥാന ശക്തി അതിന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു ചോദ്യം, എല്ലാ കണ്ണും അടച്ചാട്ട്. ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചു, യേശുവിനെ സ്വീകരിക്കാത്തവർ ഇന്ന് യേശുവിനെ സ്വീകരിക്കണം. ഞാൻ ഇതുവരെ എൻ്റെ യേശുവിന് വേണ്ടത് നമ്മുടെ പൈസയല്ല. ഇവിടെ നിങ്ങൾ കണ്ടോ, ഒരു സ്തോത്ര കാഴ്ച പോലും എടുക്കുന്നില്ല. അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും ഇടണേ ഇടാം. ഇവരോട് ചോദിക്കണം ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ. നമ്മൾ അങ്ങോട്ട് വന്നാലേ കൊടുക്കും, അല്ല അങ്ങോട്ട് കൊണ്ടിടണം. ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പം വെറും കൈയായി വരരുതെന്ന. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നോക്കിക്കേ, കർത്താവിന് നിന്റെ പണമല്ല വേണ്ടിയേ, നിന്റെ ഹൃദയമാണ്. യേശു ചോദിക്കാൻ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കും, ഞാൻ അവനോടും അവൻ എന്നോടും കൂടി ഇന്ന് രാത്രി അത്താഴം കഴിക്കും. ഒരു ചോദ്യം, എല്ലാ കണ്ണും അടയട്ടെ. ഇന്നലെ രാത്രി യേശുവിനെ സ്വീകരിച്ചവർ വേണ്ട. ഇന്ന് ഞാൻ വചനം കേട്ടു, എനിക്ക് നരകത്തിൽ പോകണ്ട, എനിക്ക് സ്വർഗത്തിൽ പോകണം. അതിന് ഏക വഴി യേശുവേ ഉള്ളൂ. ആ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുക്കുവാന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആ കൈയൊന്ന്, ഇന്ന് രാത്രി വന്നവർ, പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ട്, കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. ധാരാളം കൈകൾ എനിക്ക് കാണാം. ഉയർത്തിപ്പിടിക്കുക. ഞാൻ പറയുന്ന പ്രാർത്ഥന എന്നോട് ചേർന്ന് പറയണം. യേശുവേ, അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങ് മാത്രം ദൈവമാണെന്ന് ഞാൻ വാ കൊണ്ട് ഏറ്റു പറയുന്നു. നിന്റെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആ കരങ്ങൾ താഴ്ത്തിയിടാം. എല്ലാ കണ്ണും അടയ്ക്കുമ്പോൾ ഒരു ചോദ്യം കൂടെ. ഒരാൾ യേശുവിനെ സ്വീകരിച്ചാൽ അത് കഴിഞ്ഞ് അവൻ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് യേശുവിൻ്റെ അടക്ക ഉയർത്തെഴുന്നേൽപ്പിനോട് ചേരുന്ന സ്നാനം. എന്തിനാണുള്ള വെള്ളത്തിൽ മുക്കി ഉയർത്തുന്നത്? യേശു കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടു. റോമർ 6 പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് അതിനാ സ്നാനം. റോമർ 6:3 സ്നാനത്തിലൂടെ ഒരാൾ യേശുവിനോട് ചേരുന്നു. ഗലാത്യർ 3:27 സ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിക്കുന്നു. മത്തായി 28:18 അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പത്രോസിന്റെ ലേഖനം ഇത് ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയാണ്. കണ്ണടച്ചാട്ട്. ഇതുവരെ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, യേശു എനിക്കൊരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടുമെന്ന് തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം ആ കൈ ഉയർത്തിക്കേ. ഞാൻ അവർക്ക് വേണ്ടി നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ആ കൈ ഉയർത്തുന്നവർക്ക് വേണ്ടി ധാരാളം കരങ്ങൾ എനിക്ക് കാണാം. സഹോദരിമാരുടെ കയ്യിലും മുമ്പിലും സഹോദരന്മാരുടെ മുമ്പിലും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശു ആ കൈകൾ കാണട്ടെ. എനിക്കിവിടെ അങ്ങേ അറ്റം വരെ കാണാൻ കഴിയത്തില്ല, പക്ഷെ കൈകൾ എനിക്ക് കാണാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിപ്പാൻ തിരുമുമ്പിൽ തീരുമാനമെടുത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, അടുത്ത ദിവസങ്ങൾ അവർ സ്നാനമേറ്റ് കർത്താവിനോട് ചേരണം. അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒന്നുകിൽ നിങ്ങളിവിടെ പാസ്റ്റേഴ്സിനെ കാണുക, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ കാണുക. സ്നാനമേറ്റ് കർത്താവിനോട് ചേരുക, അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് മുമ്പോട്ട് പോകും. ഇനി ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
എനിക്കൊരു രോഗമുണ്ടെന്ന് പറയുന്നവർ ആ രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ചാൽ, എന്ത് രോഗമാണെന്നൊന്നുമല്ല ചോദ്യം. യേശു ഇന്ന് രാത്രി കത്തി കൊണ്ട് എടുത്തു മാറ്റാൻ കഴിയാത്തത് യേശു നിന്നെ തൊട്ട് സുഖപ്പെടുത്താൻ പോവുക. പ്രാർത്ഥിച്ച അല്പനേരം യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കലും മാറാത്ത രോഗശക്തി. നമ്മൾ ജീസസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് നിങ്ങൾ തന്നെ പറ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയം പ്രാർത്ഥിക്കും. ഹാർട്ടിൻ്റെ ബ്ലോക്ക്, ചില സ്ത്രീകളുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകത്താൽ നിറയുന്നു. എനിക്ക് കാണാം ചില ശരീരങ്ങളിൽ നിന്ന് യൂട്രസ് ക്യാൻസറുകൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ട്യൂമറുകൾ നീങ്ങിപ്പോകുന്നു. ബാക്ക് പെയിൻ, നിന്റെ രോഗമുള്ള ഭാഗത്ത് നിന്റെ കൈ സ്പർശിക്കുമ്പോൾ തന്നെ അടഞ്ഞുപോയ ചെവി ഓപ്പൺ ആകുന്നു. യേശു ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോകും. കണ്ണിന്റെ കാഴ്ച ശക്തി ഇപ്പോൾ നിങ്ങൾ പരിശോധിക്കണം. ഈ പ്രയർ കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം ഫ്രീ ആയോ? മരുന്നിന് കഴിയാത്തത് യേശു ചെയ്യാൻ പോവാ. ഹമന ദുരവ ഹംസന. എനിക്ക് കാണാം ചിലരുടെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുന്നു, ചിലരുടെ കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നു. യേശു നിന്നെ സുഖപ്പെടുത്താൻ പോവാ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജീസസ് ഇന്ന് സൗഖ്യമാകട്ടെ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഇവർക്ക് കൊടുക്കുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആ കരങ്ങളൊന്ന് ചേർത്തടിക്കാം, പാടി ആരാധിക്കാം യേശുവിനെ ശക്തിയോടെ, ഒരു പ്രത്യാശയോടെ. യെസ്, വീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും, വീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുമാ മാത്രയിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുമാ മാത്രയിൽ. പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. കുഞ്ഞാട്ടി കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. പ്രത്യാശയോടെ പാടിക്കേ. കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന. എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷമുണ്ടാം അവർക്ക്. എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷമുണ്ടാം അവർക്ക്. കർത്താവ് തങ്കം വീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും, കർത്താവ് തങ്കം വീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. 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 അവൻ ചേരും നാം
യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ അന്ത്യവാനിൽ വെളിപ്പെടുവാൻ കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ ചേരുന്ന വേഗത്തിൽ ഇമ്പമിടതി കാണുന്ന മന്നാളിൽ പ്രിയന്റെ മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പമിടതി കാണുന്ന മന്നാളിൽ പ്രിയന്റെ മുഖം രോഗദുഃഖങ്ങളും മരണമതും എല്ലാം നീ ഭയപ്പെടാതെ രോഗദുഃഖങ്ങളും മരണമതും എല്ലാം നീ ഭയപ്പെടാതെ ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും ചേരുന്ന